ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനമാണ്. അവൾ വരും ഹബക്കുക്കിനെ പോലെ. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വീണുപോയ ദാനിയേലിനെ രക്ഷിക്കാൻ ദൈവം ഹബക്കുക്കിനെ അയച്ചതിനെക്കുറിച്ചുള്ള സുന്ദരമായ വിവരണമുണ്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ. വചനം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിലെ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു. ഹബക്കുക്കിനെ വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റു ഭക്ഷണം കഴിച്ചു. കർത്താവിൻ്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കുക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു. ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ ബഹുമാനിച്ച ദാനിയേലിനെ എത്ര കരുതലോടെയാണല്ലേ അവിടുന്ന് രക്ഷിച്ചത്. പുതിയ ഇസ്രായേലായ നമുക്കും ഈ വചനഭാഗം നൽകുന്ന പ്രത്യാശയും പ്രതീക്ഷയും ചില്ലറയൊന്നുമല്ല. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, അവനെ ചേർത്ത് പിടിക്കുന്നെങ്കിൽ, അവൻ നിശ്ചയമായും നിന്നെ തേടി വരും. ഒരിക്കലും കരകയറാനാവില്ലെന്ന് നനച്ച സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ രക്ഷിക്കാൻ ദൈവം ഹബക്കുക്കിനെ അയച്ചതുപോലെ നീ ഏതു കുഴിയിൽ നിബദിച്ചാലും, ഏത് കല്ലറയിൽ നീ മൃതനായി കിടന്നാലും ദൈവം ഇന്ന് നിന്നെ രക്ഷിക്കാൻ ഹബക്കുക്കിനെ പോലെ ഒരാളെ അയക്കും. ഞാൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോൾ സ്വർഗം പുഞ്ചിരിക്കുകയും മാലാഖമാർ നൃത്തം ചെയ്യുകയും ഭൂമി ആഹ്ലാദിക്കുകയും ചെയ്യും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകളാണ് ഇത്. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.